നമസ്കാരം. സാക്ഷാൽ പരമശിവനെ, ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വേഗമാണ് ഉയർച്ച വന്നു ചേരുക. ഇത് പലരുടെയും അനുഭവമാണ്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് സാക്ഷാൽ പരമശിവൻ. പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത്. ഇതിൽ ആദ്യത്തെ ചിത്രമായി തന്നിരിക്കുന്നത് കാളയുടെ ചിത്രമാണ്, നന്ദിയുടെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ഭഗവാന്റെ നാഗത്തിന്റെ, സർപ്പത്തിന്റെ ചിത്രമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുവാൻ സാധിക്കും. അതിനാൽ ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ സമസ്ത ദുരിതങ്ങളും സകല ദുരിതങ്ങളും ഒഴിഞ്ഞ് സൗഭാഗ്യം തേടിയെത്തണം എന്ന് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലണം എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രമാണോ ആദ്യം കാണുന്നത് ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ നന്ദി ഭഗവാനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഇനിയും വളരെയേറെ ദൂരം യാത്ര ചെയ്യേണ്ടവരാണ് നിങ്ങൾ. ഏതാഗ്രഹവും നടക്കുവാനായി കഠിന പ്രയത്നം ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം. ജീവിതത്തിൽ എത്ര ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ എത്ര ദുരിതത്തിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള വഴികൾ തെളിയും എന്ന് തന്നെയാണ് ഫലം. എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നില്ല. എന്നാൽ ഉറച്ച മനസ്സോടെ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ക്ഷമാശീലം അല്പം കുറവാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപത്ത് സൃഷ്ടിക്കും. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അബദ്ധം പിണയുന്നതിന് അത് കാരണമായി തീരും എന്ന് തന്നെ പറയാം. സൂക്ഷിക്കുക. അതിവേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഒരു കാര്യവും വച്ച് നീട്ടരുത് എന്ന് ആഗ്രഹിക്കുകയും പെട്ടെന്ന് പല കാര്യങ്ങളും പല കർമ്മങ്ങളും ചെയ്യുവാൻ ശ്രമിച്ച് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. അത് എടുത്തുചാട്ടം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ചിന്തയോടെ കൂടി നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യം സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വിസ്മരിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുന്നവരാണ് നിങ്ങൾ. ആ ശീലം ഏറ്റവും ശുഭകരമായ ഒന്ന് തന്നെയാണ്. പ്രതിസന്ധികൾ അനേകം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതേക്കുറിച്ച് അധികം ചിന്തിച്ച് സമയം കളയാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ചിന്തിച്ച് ഒരിക്കലും സമയം നിങ്ങൾ പാഴാക്കരുത് എന്ന കാര്യം ഓർക്കുക. പഴയ കാര്യത്തെക്കുറിച്ച് പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നുണ്ട്. എന്നാൽ അതിനുള്ള സമയമല്ല ഇത്. ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ അധികം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കുക. മനസ്സിൽ പെട്ടെന്ന് ആഗ്രഹങ്ങൾ വരുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും പല ആഗ്രഹങ്ങളും മനസ്സിൽ വരികയും ആ ആഗ്രഹത്തിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന പ്രകൃതം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. കാരണം ഇത്തരത്തിൽ പല ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് മാറി മാറി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ
പല ആഗ്രഹങ്ങളും നടക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ ശ്രമിക്കേണ്ടതാകുന്നു. ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് ആ ആഗ്രഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ, ആ ശ്രമങ്ങൾ ആത്മാർത്ഥമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ സിദ്ധിക്കും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. വിരളമായി മാത്രം മറ്റുള്ളവരുമായി ആത്മബന്ധങ്ങൾ പല അവസരങ്ങളിലും നിലനിർത്തുന്നവരാണ് നിങ്ങൾ. സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകാം, എന്നാൽ അടുത്ത് ആത്മബന്ധം പുലർത്തുന്ന സുഹൃത്തുക്കൾ വിരളമാണ് എന്ന് തന്നെ പറയാം. ഏവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തണം എന്നില്ല, എന്നാൽ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് താനും. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഏവരോടും നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ. സുഹൃത്തുക്കൾ ജീവിതത്തിൽ മാറി മാറി വരുന്നു എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാകുന്നു. ഇനിയും സുഹൃത്തുക്കളെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അനാവശ്യമായ പല ചിന്തകളും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, അനാവശ്യമായ ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ പല അവസരങ്ങളിലും നിങ്ങൾ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ വാസുകിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെയധികം വളർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതായ അവസരങ്ങൾ, ദിവസങ്ങളാണ് ഇത്. ഈശ്വരാധീനം ഉള്ളവരാണ് നിങ്ങൾ. സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷവും നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ വിപുലമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അനുകൂലമാണ് ഈ സമയം. ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പല അവസരങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പല വഴികളിലൂടെയും വന്നു ചേരാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം തലയിടാത്തവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. കൂടുതൽ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോവുകയാണ്. അത് ശുഭകരമായ കാര്യങ്ങൾ തന്നെയാകും. സ്വന്തം കാര്യങ്ങളിൽ അതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകണം എന്ന് തന്നെ പറയാം. സമൂഹത്തിൽ ഉന്നത പദവിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ വളരെയധികം സ്വീകാര്യത വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായി തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നിരുന്നാൽ പോലും കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ആവശ്യമായി മാത്രം, അതായത് ആവശ്യമുള്ള ബന്ധങ്ങൾ മാത്രം ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. അതായത് മറ്റു ബന്ധങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ്. ആ ബന്ധങ്ങൾ എപ്പോഴും കാത്ത് സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. മുന്നേറ്റം ജീവിതത്തിൽ വളരെയധികം വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അഥവാ ദിവസങ്ങളാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച, അത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സഹായകരമായ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അത് നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമായതിനാൽ അത്തരത്തിൽ ചെയ്യുക. അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. ദയ, കാരുണ്യം എന്നിവ ജീവിതത്തിലേക്ക് പല അവസരങ്ങളിലും കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ അല്പം കൂടുതലായിരിക്കും നിങ്ങൾക്ക് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക്
കടന്നു വരികയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. കൂടെയുള്ളവരെ ഒപ്പം നിർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം, മനസ്സെ കീഴടക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റുള്ളവരുടെ മനസ്സെ കീഴടക്കി അവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം കഴിവ് ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ എന്തെല്ലാം കഴിവുകൾ നിങ്ങളിലുണ്ടോ അതിൽ പകുതി കാര്യങ്ങൾ പോലും നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അഥവാ അത്തരത്തിലുള്ള കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിലുള്ള കഴിവുകൾ നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുക. അത് നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ, പ്രകാശിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഈ സമയങ്ങളിൽ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതാകുന്നു. വളരെ പരാജയങ്ങൾ പല അവസരങ്ങളിലും നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ പോലുമാകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പരാജയങ്ങൾ അവർ മൂലമോ ചതിവോ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സ്നേഹിച്ചാൽ കണ്ണടച്ച് സ്നേഹിക്കും എന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാകുന്നു. കാരണം പല വ്യക്തികളെയും അമിതമായി വിശ്വസിക്കുകയും തന്മൂലം പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിശ്വാസം, ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ശക്തരാകും, അല്ലെങ്കിൽ മനോബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.